ദേശകാല വ്യത്യാസമില്ലാതെ സർവ്വസാധാരണമായി ജനങ്ങളെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് അലർജി. ഏകദേശം 3 പേരിൽ ഒരാൾക്കെങ്കിലും അലർജി ഉള്ളതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എന്താണ് അലർജി? നമ്മുടെ ശരീരം അഥവാ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ചില വസ്തുക്കൾക്കെതിരെ അമിതമായി പ്രതികരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ പ്രതികരണം നിസ്സാരമായ ലക്ഷണങ്ങൾ മുതൽ ജീവന് ഭീഷണി വരെ ഉണ്ടാക്കിയേക്കാവുന്ന അവസ്ഥയ്ക്ക് വരെ കാരണമായേക്കാം. ഉദാഹരണത്തിന് മുഖം, ചുണ്ടുകൾ, തൊണ്ട ഇവയുടെ വീക്കം, ശ്വസിക്കാനോ ഭക്ഷണം ഇറക്കാനോ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, തലചുറ്റൽ, ബോധക്ഷയം, വളരെ നേർത്തതോ അല്ലെങ്കിൽ വളരെ ഫാസ്റ്റായോ ഉള്ള പൾസ് അനുഭവപ്പെടുക, കഠിനമായ വയറുവേദന അല്ലെങ്കിൽ കഠിനമായ ഛർദി അനുഭവപ്പെടുക എന്നീ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. ഇനി അലർജിയുടെ ചികിത്സയിലേക്ക് കടക്കുകയാണെങ്കിൽ അടിസ്ഥാനപരമായി ചെയ്യേണ്ടത് എന്ന് പറയുന്നത് അലർജൻ അല്ലെങ്കിൽ അലർജി ഉണ്ടാക്കിയേക്കാവുന്ന ഘടകങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ്. ആധുനിക ശാസ്ത്രത്തിൽ ആന്റിഹിസ്റ്റമിൻസും സ്റ്റീറോയിഡ്സും എല്ലാം ലക്ഷണങ്ങളുടെ കാഠിന്യം അനുസരിച്ച് കൊടുത്തുവരുന്നു. ആയുർവേദ ശാസ്ത്രത്തിൽ അലർജിയുടെ ചികിത്സ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കിയേക്കാവുന്ന ടോക്സിൻ അല്ലെങ്കിൽ വിഷാംശത്തെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളി ശരീരത്തെ ശുദ്ധീകരിക്കുക എന്നതാണ്. ഇതിന് പഞ്ചകർമ്മ ചികിത്സ വളരെ ഫലപ്രദമായി കണ്ടുവരുന്നു. കൂടാതെ എന്തൊക്കെ ലക്ഷണങ്ങളാണോ അലർജിയുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നത് അതിനുള്ള ചികിത്സയും അതുപോലെ തന്നെ രോഗിയുടെ പ്രതിരോധ ശക്തി കൂട്ടുന്നതിനുള്ള ചികിത്സയും ചെയ്തു വരും. ഓരോ വ്യക്തിയിലും അലർജി ഉണ്ടാക്കുന്ന ഘടകങ്ങൾ വ്യത്യസ്തമായിരിക്കാം. ബന്ധപ്പെടുന്ന ചുറ്റുപാടുകൾ, ആഹാര രീതികൾ, കഴിക്കുന്ന മരുന്നുകൾ, പ്രായം എന്നിവയെല്ലാം അലർജിയെ സ്വാധീനിക്കുന്നവയാണ്.